أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇന്ന് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന ആദർശ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് പെൺവിമോചനം എന്നത്. സ്ത്രീവാദികളും ലൈംഗിക തൊഴിലാളികളും അടക്കം സംസാരിക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ അവകാശങ്ങളെക്കുറിച്ചും തന്നെയാണ്. യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ശക്തി എന്താണെന്നും സ്ത്രീയുടെ അബലതകളും പ്രശ്നങ്ങളും എന്താണെന്നും അതിന് മാനവികമായ പരിഹാരങ്ങൾ നൽകുവാനും ഇന്ന് ഈ ചർച്ചകൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. ജീവിതം ഒരു നാടകവേദിയാണെന്ന് പറയപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് ആ നാടകവേദിയിലെ താരങ്ങൾ ഇന്ന് അധികവും സ്ത്രീകൾ തന്നെയായിരിക്കും. സ്വേച്ഛാധിപത്യത്തിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യ നിർമ്മിത വ്യവസ്ഥകളിൽ നിന്നുമുള്ള വിമോചനം എന്നതിന് പകരം സർവ്വ വിധിവിലക്കുകളും പൊട്ടിച്ചെറിഞ്ഞ് തോന്നിയതുപോലെ ജീവിക്കുവാനും തോന്നിയത് പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എന്നാക്കി ഇന്ന് തീർത്തിരിക്കുന്നു. പെണ്ണിനെ ആണാക്കി തീർക്കുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് ചിലർ വാദിക്കുന്നു. മറ്റു ചിലരാകട്ടെ സകല വിധിവിലക്കുകളും പൊട്ടിച്ചെറിയുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് കരുതുന്നു. ചന്തകളിൽ വിൽക്കുന്ന ചരക്കുകളായി മാറിയിരിക്കുകയാണ് ഇന്ന് സ്ത്രീകൾ. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ തെളിവുകളായി ചൂണ്ടിക്കാട്ടുന്നത് പാശ്ചാത്യൻ വനിതകളെയാണ്. എന്നാൽ ഇന്ന് പാശ്ചാത്യൻ വനിതകൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും ഒന്നും ഇന്ന് മലയാളികളുടെ കൈകളിൽ എത്തുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇന്നും ഇന്നലകളിലും നമുക്ക് മുന്നിൽ സ്ത്രീ വിമോചനവുമായി കടന്നു വന്നവരാണോ, അതല്ല ദൈവിക ദർശനത്തിന്റെ മഹത്തായ നിയമങ്ങളാണോ അവളെ യഥാർത്ഥത്തിലേക്ക് വിമോചനത്തിലേക്ക് നയിച്ചതെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ഫെമിനിസമാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെയും സ്ത്രീ അവകാശത്തെയും മുന്നിൽ കൊണ്ടുവന്ന് എന്നതെന്ന് സമർത്ഥമായി വാദിക്കാൻ ശ്രമിക്കുകയാണ് ഫെമിനിസ്റ്റ് ബുദ്ധിജീവികളും പുരുഷാധിപത്യ വ്യവസ്ഥകളും. ഇന്ന് പാശ്ചാത്യൻ വനിതകൾ ഇന്ന് വേദനകളുടെയും യാതനകളുടെയും ചുഴിയിൽ നട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫെമിനിസ്റ്റ് ബുദ്ധിജീവികളും പുരുഷാധിപത്യവും സ്ത്രീകളുടെ മനസ്സിൽ സന്നിവേശിപ്പിച്ച ഒരു മിഥ്യയുണ്ട്. പെണ്ണെ, നീ പെണ്ണാണെന്നുള്ള ദർശനങ്ങളിൽ നിന്ന് ജീവിച്ചു കഴിഞ്ഞാൽ മരണം വരെ നീ കൂട്ടിലിട്ട പക്ഷികളെ പോലെ ആയിത്തീരുമെന്ന് പുരുഷാധിപത്യവും ഫെമിനിസവും സ്ത്രീ മനസ്സുകളിൽ സന്നിവേശിപ്പിച്ച ഒരു മിഥ്യ. ആ മിഥ്യ ഇന്ന് സ്ത്രീ മനസ്സുകളെ വല്ലാതെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എക്കാലഘട്ടത്തിലും ശല്യം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അവരുടെ മാംസത്തിനു വേണ്ടി, അവരുടെ ചാരിത്രത്തിനു വേണ്ടി കടിപിടി കൂടുന്നവരാണ് എക്കാലഘട്ടത്തിലെയും സാഹിത്യ സാംസ്കാരിക മേഖലയിലെ നായകന്മാർ. നഗ്ന നൃത്തങ്ങളും നഗ്നത ഉളവാക്കുന്ന കവിതകളുമായിരുന്നു ഇന്നലകളിൽ എങ്കിൽ ഇന്നത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രദർശിപ്പിക്കുകയാണ്. രാവിലെ ഒരു പെണ്ണ് കുടിക്കേണ്ട കാപ്പി ഏതാണെന്നും അവൾ രാത്രി വെക്കേണ്ട തലയണ ഏതാണെന്ന് പോലും ഇന്ന് കമ്പോള വ്യവസ്ഥകളാണ് തീരുമാനിക്കുന്നത്, പുരുഷാധിപത്യമാണ് തീരുമാനിക്കുന്നത്. ഈ വൃത്തികെട്ട സംസ്കാരം ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. കാരണം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്ത്രീ മാന്യയും കുലീനയുമാണ്, ചാരിത്രവതിയുമാണ്. മുതലാളിത്തം എല്ലാത്തിനെയും കാണുന്നത് ഒരു ഉപഭോഗ വസ്തുക്കളായിട്ടാണ്. ഇന്ന് പുരുഷന്റെ കളിക്കാനുള്ള കളിപ്പാട്ടമായി മാറിയിരിക്കുകയാണ് സ്ത്രീകൾ. മുതലാളിത്തത്തിന്റെ ലക്ഷ്യമെന്നത് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വനിതകളെ ഏതെങ്കിലും കസ്റ്റമേഴ്സിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് വിവാഹത്തിനെ ഇന്ന് പിന്തിരിപ്പിക്കുന്നു. മുതലാളിത്തവും പുരുഷാധിപത്യവും ഇന്ന് സ്ത്രീകളെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. പകരം ഏതെങ്കിലും ഡേറ്റിംഗ് സമ്പ്രദായമോ അല്ലെങ്കിൽ കോഹാബിറ്റേഷൻ എന്ന പുതിയ ഓമന പേരുകളിട്ട് അതിലേക്ക് സ്ത്രീകളെ നയിക്കുന്നു. എന്താണ് ഡേറ്റിംഗ് സമ്പ്രദായം? വിവാഹത്തിന് മുമ്പ് ഇഷ്ടമുള്ള പുരുഷനുമായി ഇഷ്ടമുള്ള കാലത്തോളം അടുത്തിടപഴകുവാനും അന്തി ഉറങ്ങുവാനും ഈ മുതലാളിത്തവും ഈ പുരുഷാധിപത്യം സ്ത്രീയോട് കൽപ്പിക്കുന്നു. അപ്പോഴും അവിടെ സ്ത്രീയാണ് ദുരിതങ്ങൾ അനുഭവിക്കുക, അപ്പോഴും സ്ത്രീകളാണ്. അതിലൂടെ പിറക്കുന്ന കുഞ്ഞിനെ ഒന്നുകിൽ കൊന്നുകളയുക, അല്ലെങ്കിൽ അനാഥകളായി വാഴുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബേബി കെയറുകളിൽ ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക. മാതാവിന്റെ ലാളനയും
പിതാവിന്റെ സംരക്ഷണവും സാന്ത്വനവും നൽകാൻ ഏത് തത്വശാസ്ത്രത്തിനാണ് കഴിയുക? അപ്പോഴും തന്തയാരെന്നറിയാത്ത ആ കുഞ്ഞിനെ പേറുന്നതും ഒരു സ്ത്രീ തന്നെയാണ്. അവിടെയും സ്ത്രീകളാണ് വേദനകൾ അനുഭവിക്കുന്നത്. മുതലാളിത്തം പെണ്ണിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പെണ്ണെ ആണ് ചെയ്യുന്നത് പോലെ തന്നെ നീയും ചെയ്യണം, എന്നാൽ മാത്രമേ നിനക്ക് വിമോചനം ഉണ്ടാവൂ എന്ന കാര്യം. എങ്കിൽ ആണ് വസ്ത്രം ധരിക്കുന്നത് പോലെ നീയും വസ്ത്രം ധരിക്കണം, അതാണ് നിന്റെ സ്വാതന്ത്ര്യമെന്ന് മുതലാളിത്തവും പുരുഷാധിപത്യവും സ്ത്രീയോട് വിളിച്ചോതുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ മുതലാളിത്തത്തോട് തിരിച്ച് നാം ചോദിക്കേണ്ടത് ഒരു ചോദ്യമുണ്ട്. പെണ്ണ് പ്രസവിക്കുന്നത് പോലെ പ്രസവിക്കുവാനും പെണ്ണ് മുലയൂട്ടുന്നത് പോലെ മുലയൂട്ടുവാനും ഏത് മുതലാളിത്തത്തിനാണ് കഴിയുക? ഏത് പുരുഷാധിപത്യത്തിനാണ് കഴിയുക എന്നത് നാം തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. പെണ്ണ് വസ്ത്രം ധരിക്കുന്നത് പോലെ പെണ്ണിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിലും ആണിനോട് തെരുവിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ഏതെങ്കിലും പുരുഷാധിപത്യം കേൾക്കുമോ? ഇല്ല. അവിടെയാണ് മുതലാളിത്തത്തിന്റെ ചൂഷണം സ്ഥിതി ചെയ്യുന്നതെന്ന കാര്യം നാം മറക്കരുത്. ഫെമിനിസം സ്ത്രീ ശാക്തീകരണമാണ് മുന്നിൽ കണ്ടതെങ്കിൽ ലൈംഗികമായി ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട് ശരീരം നഗ്നയായി തെരുവിലേക്ക് പിച്ചു ചീന്തപ്പെട്ടവരെ കുറിച്ചോ അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തവരെ കുറിച്ചോ എന്തേ ഫെമിനിസ്റ്റ് വാദികൾ അതിന് അലമുറ കൂട്ടാത്തത് എന്ന കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെയാണ് സ്ത്രീയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ. പക്ഷേ അതൊന്നും ഫെമിനിസ്റ്റ് ബുദ്ധിജീവികളോ പുരുഷാധിപത്യമോ അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്ത്രീകളെ പീഡിപ്പിക്കുകയും അവളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം എന്ന പ്രചണ്ഡമായ പ്രചാരങ്ങൾക്ക് നടുവിലും ഇസ്ലാം സ്വീകരിക്കുന്ന വനിതകളുടെ എണ്ണം ദിനേനെ കൂടി വരുന്നു എന്ന കാര്യം നാം മറക്കരുത്. ഈ ഒരു കാര്യം, ഇസ്ലാം സ്വീകരിക്കുന്ന വനിതകളുടെ എണ്ണം കൂടുന്നു എന്ന കാര്യം ഇസ്ലാം വിരുദ്ധ ബുദ്ധിജീവികളെ വളരെയധികം അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇന്ന് പാശ്ചാത്യ ലോകത്ത് 5 പേർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് 4 പേരും വനിതകളാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ദാർശനികവും ദൈക്ഷണികവുമായ സവിശേഷതയാണ് ഇസ്ലാമിന്റെ ദാർശനികവും ദൈക്ഷണികവുമായ സവിശേഷത തന്നെയാണ് സ്ത്രീകളെ ഇന്ന് ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാൻ സന്നദ്ധരാക്കുന്നത്. ഇസ്ലാം സ്ത്രീയെ അധമത്വത്തിന്റെ അഗാധമായ ഗർത്തത്തിൽ നിന്നാണ് സ്ത്രീയെ ഇസ്ലാം ഉയർത്തിയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹൈന്ദവ ദർശനത്തിലും ക്രിസ്തു ദർശനത്തിലും മുതലാളിത്തത്തിലും മാർക്സിസത്തിലും പാശ്ചാത്യ സംസ്കാരത്തിലും പേർഷ്യൻ സംസ്കാരത്തിലും ഹമുറാബി സംസ്കാരത്തിലും സ്ത്രീയുടെ സ്ഥാനം എന്താണെന്ന് നാം മനസ്സിലാക്കണം. വെറും കന്നുകാലികളുടെ സ്ഥാനം, വെറും വീട്ടുപകരണത്തിന്റെ മാത്രം സ്ഥാനമായിരുന്നു സ്ത്രീകൾക്കുള്ളത്. എന്നാൽ ജാഹിലിയ ഇസ്ലാം നേടിക്കൊടുത്ത അവകാശം അറിയണമെങ്കിൽ മുമ്പ് പെണ്ണിന്റെ അവസ്ഥ എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടുന്ന സമ്പ്രദായം, അത്തരം ഒരു സാമൂഹിക വ്യവസ്ഥകളിൽ നിന്നാണ് ഖുർആൻ സ്ത്രീയുടെ അവകാശങ്ങളെ പറ്റി സംസാരിക്കുന്നത്. അധ്യായം 16 സൂറത്ത് നഹ്ലിലെ 59-ാം വചനത്തിൽ പറയുന്നു, അവർക്ക് ഒരു പെൺകുഞ്ഞാണെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ കോപത്താൽ അവരുടെ മുഖം കറുത്തിരുണ്ടു പോകുമായിരുന്നു. അവിടെയാണ് ഇസ്ലാം സ്ത്രീയുടെ അവകാശങ്ങളെ പറ്റി സംസാരിക്കുന്നത്. അവിടെയാണ് ജനിക്കുവാനും ജീവിക്കുവാനും വിമർശിക്കുവാനും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനും ഇസ്ലാം സ്ത്രീകൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഇണയെ തെരഞ്ഞെടുക്കുവാനും വിവാഹമോചനത്തിനുള്ള അനുവാദം വരെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകി. സ്ത്രീകൾക്ക് അനന്തരാവകാശം ഇസ്ലാം നൽകി. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ സ്ത്രീകൾക്കും ഓഹരിയുണ്ട്. അതുപോലെ തന്നെ സ്വത്തവകാശം നൽകി. സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതിൻ്റെ വിഹിതമുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാലഘട്ടത്തിലും സ്ത്രീകളുടെ വിമോചന നായകനാണ്. കാരണം ഒരിക്കൽ ഒരു സഹാബി പെൺകുഞ്ഞിനെയുമായി ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് പെൺകുഞ്ഞിനെയുമായി വേഗതയിൽ നീങ്ങുന്ന സഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പതുക്കെ പോകുക, കാരണം അതിൻ്റെ മുകളിലിരിക്കുന്നത് ഒരു പളുങ്കാണ്. അതുപോലെ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ആർക്കെങ്കിലും പെൺകുഞ്ഞുങ്ങൾ ജനിക്കുകയും അതിനെ ജീവിക്കാൻ അനുവദിക്കുകയും അതിനെ നിന്ദിക്കാതിരിക്കുകയും ആൺകുട്ടികളെക്കാൾ പ്രാധാന്യം അവൾക്ക് നൽകുകയുമാണെങ്കിൽ തീർച്ചയായും ആ പിതാവിന് സ്വർഗം നൽകുന്നതാണ്.
ഇസ്ലാം പറയുന്നത് ഏതെങ്കിലും ഒരു ഉട്ടോപ്യൻ ആശയങ്ങളെയല്ല. ഇസ്ലാം സംസാരിക്കുന്നത് ധാർമ്മിക വ്യവസ്ഥകളെ കുറിച്ചാണ്. ഇസ്ലാം എന്ന മതം പ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ മറ്റേത് വിമർശനത്തെ പോലെ തന്നെ ഇസ്ലാമിക വിമർശനങ്ങളെയും നേരിടാൻ നമുക്ക് മുസ്ലിം വനിതകൾക്ക് കഴിയേണ്ടതുണ്ട്. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.